എന്ന് പറഞ്ഞാൽ വഴി ഞാൻ മാത്രമേ ഉള്ളൂ, സത്യം ഞാൻ മാത്രമേ ഉള്ളൂ, ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. എക്സ്ക്ലൂസീവ് ക്ലെയിം. നിങ്ങൾക്ക് സന്തോഷമാണോ? അപ്പോൾ നമ്മൾ ഇന്ന് കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടത്തി. നിങ്ങൾ അനേകം പേര് വന്നു. ദൈവത്തിന് നന്ദി. നിങ്ങളുടെ നല്ല മനസ്സിന് ദൈവം അനുഗ്രഹം തരട്ടെ. ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്. മൗണ്ട് കാർമലിൻ്റെ ഫീസ്റ്റാണിന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലതരത്തിലാണ് ഇന്നത്തെ സന്തോഷം. നിങ്ങളുടെ സന്തോഷം ഇന്ന് ധ്യാനം തീരുമെന്നുള്ളതാണ്. എൻ്റെ സന്തോഷം എനിക്കിന്ന് പോകാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ആ കൂട്ടത്തിൽ നമുക്ക് കാർമലൈറ്റ്സിൻ്റെ ഫീസ്റ്റാണിന്ന്. നമ്മുടെ ജോസഫ് അച്ഛൻ അതുപോലെ നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ കർമ്മല മാതാവിൻ്റെ ആത്മീയത പിന്തുടരുന്നവരുടെ, പിന്നെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒക്കെ ഫീസ്റ്റാണിന്ന്. അപ്പോൾ അതെല്ലാം ഒരു സന്തോഷമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ പല സന്തോഷങ്ങൾ ഇടകലർന്ന് നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിങ്ങളോട് ഞാൻ ദണ്ഡവിമോചനത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണ്? ദണ്ഡി യാത്ര എന്ന് കേട്ടിട്ടുണ്ടോ? ഉപ്പു സത്യാഗ്രഹം. ദണ്ഡി യാത്ര അല്ല ദണ്ഡവിമോചനം. ദണ്ഡവിമോചനം ഇൻഡൽജൻസ് അല്ലേ? എന്താണ് എന്ന് പറയാവോ? ദണ്ഡവിമോചനം എന്ന് പറയാവോ? ഓക്കെ. അപ്പോൾ അതെന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അതായത് ബൈബിളിൽ 550ഓളം തവണ, 535 തവണ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നൊരു വാക്കാണ്. പറയാവോ? വെരി ഗുഡ്. ഏതാണ്? ഭയപ്പെടേണ്ട. ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. അതല്ല, അത് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് 365 തവണ ബൈബിളിലുള്ള വാക്കാണ്. ഭയപ്പെടേണ്ട 365, 365. ഇതേതാണ്ട് 550 535 തവണ ബൈബിളിൽ ആവർത്തിക്കപ്പെടുന്നൊരു വാക്കുണ്ട്. നിങ്ങൾക്ക് സമാധാനം. ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. എന്താണ് ഞാൻ പറയുന്നു? ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. അതല്ല. പോട്ടെ, ഇത് വെറുതെ സമയങ്ങളുണ്ടല്ലോ. ക്രോധം, റോത്ത്, WRATH, റോത്ത്, ക്രോധം. ഇത് ബൈബിളിൽ ആവർത്തിക്കപ്പെടുന്നൊരു വാക്കാണ്. ക്രോധം. എന്താണ് ക്രോധം? എന്താണ് ക്രോധം? ഇപ്പോൾ ഉദാഹരണത്തിന് 1-2 വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ ക്രോധം എന്താണെന്ന് മനസ്സിലാവും. റോമർ 1:18, റോമൻസ് 1:18, റോമർ 1:18, റോമൻസ് 1:18. ഉറക്കെ വായിക്കാമോ? ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. പരമാവധി ഉറക്കെ വായിച്ച് വലിച്ചു കീറി വായിച്ചോണം. ഓക്കെ, വായിച്ചോ? ഉറക്കെ വായിച്ചോ? മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന്, the wrath of God is revealed from heaven against all ungodliness and wickedness. മനുഷ്യന്റെ സകല അനീതിക്കും ദുഷ്ടതയ്ക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം. ഇത് നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ക്രോധം. അപ്പോൾ ഈ വാക്ക് ഫെമിലിയർ എന്ന് വിചാരിക്കുന്നു. ക്രോധം അനേകം തവണ ഈ വാക്കുണ്ട്, ക്രോധം. ഇനി റോമൻസ് 2:5, 2:5, റോമർ 2:5 വായിക്കാം. ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയ നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. ഹാർഡ് ആൻഡ് ഇംപെനിറ്റന്റ് ഹാർട്ട്, യു ആർ സ്റ്റോറിംഗ് അപ്പ് wrath. സ്റ്റോറിംഗ് അപ്പ്. ക്രോധം സംഭരിച്ചു വെക്കുക. സ്റ്റോർ അപ്പ് wrath. അപ്പോൾ ഹലോ, അപ്പോൾ ഈ വാക്ക് ഫെമിലിയർ ആണോ? ഇപ്പോൾ ഫെമിലിയർ ആയല്ലോ. എന്താണ് വാക്ക്? wrath, ക്രോധം.
ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, എന്താണ് ക്രോധം? എന്താണ് ക്രോധം? ക്രോധം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലിസൺ ടു മീ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ഇപ്പം അമേരിക്ക പോലൊരു രാജ്യത്ത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട. ഏതാണ്ടൊരു മിക്കവാറും ഒക്കെ ആളുകൾ ദൈവവിശ്വാസികളാണ്, മജോറിറ്റി. ചോദ്യം ഇത്രയും, അത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നല്ല ഈ നാളുകളിൽ നമ്മൾ ഈ രാജ്യത്തിൽ ചോദിക്കേണ്ട ചോദ്യം, മറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്താണ്? അതാണ് ചോദിക്കേണ്ട ചോദ്യം. അതുകൊണ്ട് ഫ്രം എ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ് യു ബിലീവ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. പിതാവ്, സ്നേഹം, കരുണ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഓൾ ത്രൂ ദ സ്ക്രിപ്ചർ, ബൈബിൾ വിവരിക്കുന്ന ദൈവത്തിൻ്റെ ക്യാരക്ടർ, ദൈവം പരിശുദ്ധനാണ്. ഗോഡ് ഈസ് ഹോളി. വി വർഷിപ്പ് എ ഹോളി ഗോഡ്. കൺഫ്യൂഷൻ ഉണ്ടോ? ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പാടുന്നത്, പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ. മതി. അപ്പോൾ പരിപാവനൻ, പിന്നെ പരിശുദ്ധൻ, 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 ഇങ്ങനെ അനേക തവണ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധനായ ദൈവം. ലത്തീൻ കുർബാനയിൽ പ്രാർത്ഥിക്കും, ലോർഡ് യു ആർ ഹോളി ഇൻഡീഡ്, the fount of all holiness. Therefore make holy these gifts by sending down your spirit upon them like the dew fall. You are holy indeed. മലങ്കര കുർബാനയിലെ ദൈവമേ നീ പരിശുദ്ധനാക. You are holy, holy. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് the nature of God we worship is God is holy. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, കൃത്യമായിട്ട് പറയാവുന്ന ഉത്തരം ഇതാണ്, ഞങ്ങൾ ഒരു പരിശുദ്ധനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ട് ദൈവം പരിശുദ്ധനായതുകൊണ്ട് വെളിപാട് പുസ്തകം 21 അധ്യായം എടുക്കുക. ദൈവം പരിശുദ്ധനായതുകൊണ്ട് വെളിപാട് 21:27. റെവലേഷൻസ് 21:27 വായിക്കാവോ? എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവർ മാത്രമേ ദൈവസന്നിധിയിൽ പ്രവേശിക്കുകയുള്ളൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയോ കൗടില്യമോ പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കില്ല. നത്തിങ് അൺക്ലീൻ വിൽ എൻ്റർ. നത്തിങ് അൺക്ലീൻ വിൽ എൻ്റർ ഹിസ് പ്രസൻസ്. നത്തിങ് അൺക്ലീൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ക്യാരക്ടർ, ദൈവം പരിശുദ്ധനാകുന്നു. ദൈവം പരിശുദ്ധൻ. അങ്ങനൊരു പാട്ടുണ്ടല്ലോ, ദൈവം പരിശുദ്ധൻ, ബലവാൻ ഈശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവൻ അവനുടെ മകൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവം പരിശുദ്ധനായതുകൊണ്ട് അശുദ്ധമായതൊന്നും അവിടുത്തെ സന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റില്ല. അശുദ്ധിക്ക് അവിടുത്തെ സന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റില്ല. തിന്മയ്ക്ക് അവിടുത്തെ സന്നിധിയിൽ പ്രവേശനമില്ല. അശുദ്ധിക്ക് അങ്ങയോട് സംസർഗമില്ല. ഇത്രയും മനസ്സിലായോ? ഗോഡ് ഈസ് ഹോളി, സോ നത്തിങ് അൺക്ലീൻ വിൽ എൻ്റർ ഹിസ് പ്രസൻസ്. ഇത്രയും ക്ലിയറായോ? ഹലോ, ക്ലിയറായോ? ഞാൻ ക്രോധം വിശദീകരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ബൈബിളിൽ മനസ്സിലാകാത്തൊരു വിഷയമാണ് ഈ ക്രോധം. അതുകൊണ്ട് ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളെന്ന് മനസ്സിലാക്കിക്കാൻ. എൻ്റെ കൂടെ വരണം, ഓരോ ലെയറും മനസ്സിലായി വരണം. ഇപ്പം ഞാൻ 3 ലെയറായി. എന്താണ്? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ്? ഹോളി. രണ്ടാമത്തേത് ഞാൻ ഇപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? അശുദ്ധമായതൊന്നും അതുകൊണ്ട് ആ ദൈവസന്നിധി പ്രവേശിക്കില്ല. മൂന്നാമത്തെ കാര്യം പറയാൻ പോവാണ്. മൂന്നാമത്തേത്, അതുകൊണ്ട് അശുദ്ധമായതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റില്ല. ദൈവം ഹോളിയാണ്. അതുകൊണ്ട് വാട്ട് ഈസ് ഗോഡ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അൺഹോളിനെസ്, സിൻ? വാട്ട് ഈസ് ഗോഡ്സ് ആറ്റിറ്റ്യൂഡ്? ദൈവത്തിന്
തിന്മയോടുള്ള മനോഭാവം എന്താ അപ്പം? അതൊന്നും പറയരുത്, സിമ്പിളായിട്ട് പറയാവൂ. അതായത് ഗോഡ് ഡിറ്റസ്റ്റ്, ഗോഡ് ഹെയ്റ്റ്സ് സിൻ. ഗോഡ് ഹെയ്റ്റ്സ് സിൻ. God is holy. Nothing unholy will enter his presence. So God detests sin. God hates sin. God has no tolerance towards sin. God cannot approve sin. God has no relationship with sin. Do you agree? 3 ലെയറായി. 1, God is holy. 2, nothing unholy will enter his presence. So what is God's attitude towards sin? God detests, God hates sin. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമാണോ? സന്തോഷമാണോ? ഇതൊക്കെ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ വിളിക്കാവൂ. വിളിച്ചിട്ടൊരുമാതിരി വല്ലാതിരിക്കരുത്. ഞാൻ വലിഞ്ഞേറി വന്നതൊന്നുമല്ലല്ലോ, വിളിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടമില്ലെങ്കിൽ എന്നെ വിളിക്കരുതായിരുന്നു. വിളിച്ച സ്ഥിതിക്ക് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചിരുന്നോണം. ഓക്കെ? ഇങ്ങനെ വളിച്ചിരിക്കരുത്. മനസ്സിലായല്ലോ? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ബൈബിളിലെ സത്യങ്ങൾ മനസ്സിലാവണം. വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. 1, God is holy. So nothing unholy will enter his presence. God detests sin. സങ്കീർത്തനം 5:4. Psalms 5:4. സങ്കീർത്തനം 5:4 വായിക്കാം. സങ്കീർത്തനങ്ങൾ 5:4. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. ഉറക്കെ ഒന്നുകൂടെ വായിച്ച മലയാളം. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. For you are not a God who delights in wickedness. Evil will not sojourn with you. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത്. ക്ലിയറായോ? ഇതാ ഞാൻ പറഞ്ഞത്. 3ാമത്തെ കാര്യം, തിന്മ അങ്ങയോടൊത്ത് വസിക്കില്ല. ദൈവത്തിന് തിന്മ സമ്മതിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ലെയർ, സ്വർഗത്തിൽ പോവാൻ 100-ൽ എത്ര മാർക്ക് വേണം? പാസ് മാർക്ക് എത്ര? ആലോചിച്ചൊക്കെ പറയാവൂ. 100 പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന ഒരെണ്ണവും സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ്. ആലോചിച്ചൊക്കെ പറയാവൂ. നീ പറയുന്ന വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. സ്വർഗത്തിൽ കയറണമെങ്കിൽ 100-ൽ പാസ് മാർക്ക് എത്ര? പറ. ഇത്രയും പറഞ്ഞു വന്ന സ്ഥിതിക്ക് 100-ൽ 100 അല്ലേ? നത്തിങ് അൺഹോളി വിൽ എൻ്റർ ഹിസ് പ്രസൻസ് ആണല്ലോ. അപ്പോൾ പറയുന്ന ഞാനും പോകത്തില്ല, കേൾക്കുന്ന നിങ്ങളും ഈ മാനദണ്ഡം അനുസരിച്ച് പോകത്തില്ലല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം 4ാമത്തെ കാര്യം, 100-ൽ 100% പരിശുദ്ധി ഇല്ലാത്ത ആരും ദൈവസന്നിധി പ്രവേശിക്കില്ല, നിത്യജീവൻ ഉണ്ടാവില്ല. ക്ലിയറാണോ? ഇവിടെയാണ് നമുക്ക് യേശുവിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അത് വേറൊരു വിഷയം. ഇപ്പം തൽക്കാലം ഞാൻ അതിലേക്ക് കടക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ റോത്ത് വിശദീകരിക്കുകയാണ്. ക്രോധം. അപ്പോൾ എന്താണ് ക്രോധം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് തിന്മയോടുള്ള വെറുപ്പിൻ്റെ പേരാണ് ക്രോധം. എന്താണ് ക്രോധം? ദൈവത്തിന് തിന്മയോടുള്ള വെറുപ്പിൻ്റെ പേരാണ് ക്രോധം. ദൈവത്തിന് തിന്മയോടുള്ള വെറുപ്പിൻ്റെ പേരാണ് ക്രോധം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രഭാഷകൻ 15:13. പ്രഭാഷകൻ സിറാഖ് 15:13. പ്രഭാഷകൻ 15:13 വായിച്ചോ. വെരി ഗുഡ്. അതാരാ വായിച്ചേ? വണ്ടർഫുൾ. ഐ ലവ് യു. ഓക്കെ, ഇവിടെ നോക്കിയോ. അമ്മച്ചി കൊള്ളാം, സൂപ്പർ. ഉറക്കെ വായിച്ചോ. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അതിഷ്ടപ്പെടുന്നില്ല. ഒന്നുകൂടെ വായിക്കാം. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് ഹെയ്റ്റ്സ് അല്ലേ? എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു, അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. ഹബക്കുക്ക് 1:13. ഹബക്കുക്ക് 1:13. അങ്ങനൊരു സാധനം കേട്ടിട്ടുണ്ടോ? ഹബക്കുക്ക്, ഫെവിക്വിക്ക്. ഹബക്കുക്ക് ഉണ്ട്, ബൈബിളിലുണ്ട് കേട്ടോ. ചെറിയ പ്രവാചകനാണ്, കുഞ്ഞു പ്രവാചകൻ. ഹബക്കുക്ക് 1:13 വായിക്കാവോ?
വായിച്ചോ, കൊള്ളാം, വായിക്കേ. നിങ്ങൾ കിട്ടുന്നവർ പേടിക്കാതെ അങ്ങ് വായിക്കണം, ഉറക്കെ വായിച്ചേ. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാനാവാത്ത വിധം, തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയില്ല. കണ്ടോ, ഞാൻ ദൈവത്തിൻ്റെ ക്യാരക്ടർ പറയാണ്, ദൈവത്തിൻ്റെ നേച്ചർ പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ, നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടോ? അതായത് എന്താണ് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ക്യാരക്ടർ? ഗോഡ് ഈസ് ഹോളി. അപ്പം അതിൻ്റെ വചനങ്ങൾ ഞാൻ പറയുകയാണ്. അങ്ങയുടെ കണ്ണുകൾ, വായിക്കുക, ഉറക്കെ വായിക്കുക. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. ഒന്നുകൂടെ വായിക്ക്. അങ്ങയുടെ കണ്ണുകൾ, your eyes are too pure to behold. അടുത്ത വാക്കെന്താ? evil. മനസ്സിലായോ? your eyes are too pure to tolerate evil and you cannot look on wrong doing. Why do you look on the tree? Okay, അപ്പോൾ see, അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ, തിന്മ അനുവദിക്കാനാകാത്ത വിധം പരിശുദ്ധമാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എന്നോട് പറയൂ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നാം ആരാധിക്കുന്ന ദൈവം പരിശുദ്ധൻ. 2, അശുദ്ധമായതൊന്നും അവിടുത്തെ സന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റില്ല. 3, ഗോഡ് ഡിറ്റസ്റ്റ് സിൻ. ഇത്രയും മനസ്സിലായോ? 4ാമത്തെ കാര്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്രോധം? റോത്ത് മീൻസ് ഗോഡ്സ് ഹേറ്റ്രഡ് ടുവേർഡ്സ് സിൻ. തിന്മയോടുള്ള ദൈവത്തിൻ്റെ വെറുപ്പിൻ്റെ പേരാണ്, തിന്മയോടുള്ള ദൈവത്തിൻ്റെ ഇൻടോളറൻസിൻ്റെ പേരാണ് റോത്ത്. അതുകൊണ്ട് എവിടെ തിന്മയുണ്ടെങ്കിലും അവിടെ ദൈവത്തിന് അതിനോട് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. വൈ? എന്തോ കാരണം? വൈ? ഹി ഈസ് ഹോളി, ഹിസ് നേച്ചർ ഈസ് ഹോളി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ പറയാം, അതെങ്ങനെ ശരിയാവും? ദൈവം അങ്ങത്ത് തിന്മ അങ്ങോട്ട് സമ്മതിച്ചാൽ എന്താ കുഴപ്പം? ദൈവത്തിന് എന്തിൻ്റെ അസുഖമാണ്? ദൈവത്തിന് തിന്മ സമ്മതിച്ചൂടെ? അതിന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഉദാഹരണം ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ അറ്റ്ലാന്റയിൽ നിന്നും മുകളിലേക്ക് നോക്കിയാൽ സൂര്യനെ കാണാവോ? ഇവിടെ സൂര്യനുണ്ടോ ഈ നാട്ടിലൊക്കെ? ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ അറ്റ്ലാന്റ സെയിൻറ്റ് അൽഫോൻസ പള്ളിയുടെ മുറ്റത്ത് നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പപ്പട വട്ടത്തിൽ സൂര്യനെ കാണുകയാണ്. സൂര്യനെ കാണുമ്പോൾ എനിക്കിവിടെ നിന്നിട്ട് എന്തെല്ലാം പറയാം, ഇവിടെ നിന്ന് എന്തെല്ലാം പറയാം. ഞാനും സൂര്യനും മച്ചാനുമാണ്. ഞാനും സൂര്യനും നെയ്ബേഴ്സായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. എനിക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ മെസ്സേജ് അയക്കാറുണ്ട് സൂര്യൻ. ഞാൻ സൂര്യനെ അളിയാന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ എന്തെല്ലാം പറയാം. ദൂരെ നിന്ന് ഇങ്ങനെ പലതും പറയാം. പക്ഷേ അടുത്തോട്ട് ചെന്നാലോ പൊള്ളുമല്ല, ചാമ്പലാവും. യു വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ ടു ആഷസ്. കത്തിപ്പോവും. അപ്പം നമ്മൾ പറയുകയാണ് സൂര്യൻ എന്തിൻ്റെ സുഖക്കേടാണ്, സൂര്യൻ എന്തിൻ്റെ അസുഖമാണ്, എന്നെ കത്തിച്ച് കളഞ്ഞ് എന്തിനാന്ന് ചോദിച്ചാലോ? സൂര്യൻ്റെ നേച്ചറാണ്. അത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ്. അത് അതിൻ്റെ നേച്ചറാണ്. അതുപോലെ ദൈവത്തിൻ്റെ നേച്ചറാണ് ഗോഡ് ഈസ് ഹോളിനെസ്. ഗോഡ് ഈസ് ഹോളി. ക്ലിയറായോ? അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് തിന്മ സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിന് തിന്മയോടുള്ള ആ വെറുപ്പിൻ്റെ പേരാണ്, ആ അകൽച്ചയുടെ പേരാണ്, ഉറക്കെ പറയൂ, ക്രോധം. അപ്പോൾ ശ്രദ്ധിക്കണം, അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ദാനിയേലച്ചൻ തിന്മ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദാനിയേലച്ചനിൽ എന്താണ് കൂടിക്കൂടി വരുന്നത്? ക്രോധം. ദൈവത്തിൻ്റെ ക്രോധം എൻ്റെ മേൽ കിടക്കുകയാണ്. എന്താ കാരണം? ഞാനിങ്ങനെ ഓരോ ലെയറായിട്ട് തിന്മ കൂട്ടിക്കൊണ്ടുവരികയാണ്. അതാണ് ക്രോധം സംഭരിച്ചു വെക്കുക എന്ന് റോമൻസ് 2 വായിച്ചത്. അതൊരിക്കൽ കൂടെ വായിക്കാം. റോമൻസ് 2, റോമാലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിച്ചത് ക്രോധം സംഭരിച്ചു വെക്കുന്നു. എന്താണ്? 5-ാമത്തെ വാക്യം, റോമർ 2:5. നിങ്ങൾ ഉച്ചത്തിൽ വായിക്കണം, ഉച്ചത്തിൽ വായിക്കൂ പ്ലീസ്. എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന
ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ അനുതാപരഹിതവും കഠിനവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു. സ്റ്റോറിങ് അപ്പ്, റോത്ത്, സ്റ്റോറിങ് അപ്പ്, ക്രോധം കൂട്ടിക്കൂട്ടി വെക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റൗവിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സ്റ്റൗവിൽ സിം എന്ന് പറയുന്നൊരു മോഡൽ അറിയാം. നമ്മുടെ നാട്ടിലേക്ക് സ്റ്റൗവിലുണ്ടത് സിം, SIM, എയർടെൽ, ജിയോ, ആ സിമ്മല്ല, മറ്റേ സ്റ്റൗവിലുള്ള അറിയാമോ? അത് നിങ്ങൾക്ക് മനസ്സിലായോ? ചേച്ചിമാർക്ക് മനസ്സിലായോ? ചേട്ടന്മാർക്ക് പിന്നെ അടുക്കള കയറാത്തവർക്ക് അതൊന്നും മനസ്സിലാവത്തില്ല. സ്റ്റൗവിൽ സിം എന്ന് പറഞ്ഞ അതെന്തിനാണ്? അതായത് നമ്മളിപ്പോൾ ഒരു പാത്രം വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചു, ഒരു പാത്രം പാലെടുത്ത് വെച്ചു. ആ പാല് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സിമ്മിലിടും, അല്ലേ? അങ്ങനെയാണ്. എന്നാൽ അത് നല്ല ഫ്ലെയിം നന്നായിട്ട് വെച്ചാലോ അത് കത്തുമല്ല, അത് തിളച്ച് പോവും, അത് തിളച്ച് പോവും, അല്ലേ? അതിങ്ങനെ ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, അല്ലേ? നിങ്ങൾക്കിത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഒരു അമ്മച്ചി, അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മച്ചിയാണ്. ഒരു വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന അമ്മച്ചി, പിന്നെ പെങ്കൊച്ച് ഇതിനോട് ചെന്ന് എപ്പോഴും ചൂടാവും ഈ അമ്മച്ചിയോട്. ഈ അടുക്കളയിൽ കുക്കിങ്ങിനെ സഹായിക്കാൻ പറ്റുന്ന അമ്മച്ചിയാണ്. അമ്മച്ചിയോട് കിടന്ന് വെള്ളം ചൂടായില്ലേ എന്ന് പറഞ്ഞിട്ട് കിടന്ന് വെള്ളം ചൂടായില്ലേ. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യൻ ചൂടാവുന്നത് പോലെ വെള്ളം ചൂടാവത്തില്ലെന്ന് പറഞ്ഞു, അതിന് സമയമെടുക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ബോയിലിംഗ് ടൈമുണ്ട്, അതിൻ്റെ അത് വേണം. അപ്പം നമ്മൾ അതിനകത്ത് ഇതിങ്ങനെ തിളച്ച് എന്ത് സംഭവിക്കും? ഇതിങ്ങനെ നമ്മൾ വെള്ളം വെച്ചിട്ട് നമ്മൾ വേറെ ജോലിക്ക് പോയാൽ ഈ ഒരു ബോയിലിംഗ് ടൈം ആവുമ്പോൾ ആ ബോയിലിംഗ് പോയിന്റിൽ ഇത് തിളച്ച് കവിയും, തിളച്ച് പുറത്തേക്ക് ചാടും. ഇതുപോലെയാണ് ക്രോധം. ഇതിനെയാണ് വിളിക്കുന്നത് ബോയിലിംഗ് ആങ്കർ, ബോയിൽ ഓവർ. നമ്മൾ ഇങ്ങനെ തിന്മ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ ക്രോധം കൂടി വന്ന് ഒരു പോയിന്റ് എത്തുമ്പോൾ there is a boiling point beyond which God will never tolerate sin in anybody's life. അതായത് ഇതിങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്, ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഇതിനെ ഇടിച്ചു നിരത്തും. അതാണ് അപ്രതീക്ഷിതമായിട്ട് ചില സമയത്ത് നമുക്ക് ചില ശിക്ഷണങ്ങൾ കിട്ടുന്നത് അങ്ങനെയാണ്. അതായത് ഒരു പോയിന്റിനപ്പുറത്ത് ദൈവം എന്ത് ചെയ്യില്ല? തിന്മ അനുവദിച്ച് തരില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ബോയിൽ ഓവർ ചെയ്യാതിരിക്കാൻ അമ്മമാരെന്നാ ചെയ്യും? സിമ്മിലിടും. മനസ്സിലായോ? അതിങ്ങനെ കുറയ്ക്കും. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഈ ക്രോധം ഒഴിവാവാൻ നമ്മൾ ചെയ്യേണ്ടത്? ക്രോധം ഇങ്ങനെ കൂടി വരികയാണ്. നമുക്ക് ക്രോധം കൂടി വരികയാണ്. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് കഴിയുമ്പോൾ നമുക്ക് ശിക്ഷണങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യർ എന്ത് ചെയ്യണമെന്നറിയാമോ? നമുക്ക് എന്തായാലും നമ്മൾ പാപികളായി നമുക്ക് ദൈവം തന്നിട്ടുള്ള ഇത് തിളച്ച് കവിയാതിരിക്കാനുള്ള മാർഗങ്ങൾ ഉപയോഗിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പ്രായോഗികമായിട്ട് പറഞ്ഞു തരികയാണ്. ഇത് തിളച്ചു തൂവി പോവാതിരിക്കാനുള്ള മാർഗം, ആ ഒരു മാർഗമാണ് കുമ്പസാരം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് തിരുത്താൻ ആഗ്രഹിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് തിന്മകൾ ഏറ്റുപറയണം. ഇതാണ് ഇതിങ്ങനെ റോത്ത് സ്റ്റോറപ്പ് ചെയ്യാതിരിക്കാനുള്ളൊരു വഴി. ഇനി നമ്മളിങ്ങനെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോഴും പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോഴും വേറൊരു കാര്യം ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ പാപങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞപ്പോൾ നമുക്ക് ഈ പാപം മൂലം വന്ന നിത്യശിക്ഷ ഒഴിവായി, അല്ലേ? കുമ്പസാരക്കൂട്ടി ചെന്നിട്ട് ഡാനിയേലച്ചൻ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. അപ്പോൾ ഡാനിയേലച്ചന് ആത്മാവിൻ്റെ നിത്യനാശം ഒഴിവായി. പക്ഷെ അപ്പോഴും ഈ ആത്മാവിൽ എന്ത് കിടപ്പുണ്ട്? കടങ്ങൾ കിടപ്പുണ്ട്. എന്ത് കിടപ്പുണ്ട്?
കടം. ഇങ്ങനെ പാട്ടില്ലേ, എന്താണ്? അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ. പാപകടം, കടങ്ങളുടെയും പാപങ്ങളുടെയും എന്ന് പറഞ്ഞിട്ട് ഈ സിറോ മലബാർ കുർബാനയിൽ എന്തോരം തവണയാണിത്. കടങ്ങളുടെ പാപങ്ങളുടെ. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം മാത്രമല്ല ഉള്ളത്, പാപത്തിൻ്റെ കടവുമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം മാത്രമല്ല, പാപത്തിൻ്റെ കടങ്ങളുണ്ട്. അതെന്താണ്? ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഈ അയർലൻഡിൽ പാമ്പില്ലെന്നാണ് പറയുന്നത്. ഉണ്ടോ എന്തോ? ഇല്ലെന്നാണ് അവർ പറയുന്നത്. അയർലൻഡിൽ പാമ്പ് ഇല്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ടോ? മറ്റേ പാമ്പല്ല, മറ്റേ ശരിക്കുള്ള പാമ്പുണ്ടോ? ഉണ്ടോ? നമ്മുടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ പാമ്പുണ്ടോ? ഈ കാടുകൾ ഇവിടെയൊക്കെ ഉണ്ടാവും അല്ലേ? എന്താ പോയിസണോട്ടോ? പോയിസണസ് അല്ലേ? അല്ലല്ല, നമുക്ക് പാമ്പിൻ്റെ പിന്നെ വാവാ സുരേഷിൻ്റെ ഇത് പറയാനല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ പേര് നിങ്ങൾ സമയം കളയണ്ട. പാമ്പുണ്ടോയെന്ന് ചോദിച്ചുള്ളൂ. ഉണ്ടോ? പാമ്പ് ഇതൊക്കെ കാടാ അല്ലേ? ഇതൊക്കെ ഫോറസ്റ്റ് അല്ലേ അടുത്തൊക്കെ? ഇതിനകത്തൊക്കെ പാമ്പ് കാണും. ആ പാമ്പ് കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരുന്നോ, പാമ്പ് കാണും. ഇതിനകത്തൂടെയൊക്കെ ചിലപ്പോൾ കയറി വരും പാമ്പ്. അപ്പോൾ രാവിലെ എന്ത് ചെയ്തു? കുരിശിൻ്റെ വഴിക്ക് എല്ലാവരും കഥ തുറന്നിറങ്ങിപ്പോയപ്പോൾ ഒരു കഥ തുറന്നിട്ടിരുന്നു. ഒരു പാമ്പ് അകത്ത് കയറി, ആരും അറിഞ്ഞില്ല. ബാഗും സാധനവും എല്ലാം താഴെ വെച്ച് ഇരിക്കുകയാണ്. ഒരു പാമ്പ് അതിനിടയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു, ആരും അറിഞ്ഞില്ല. ചിലപ്പോൾ ഇതൊക്കെ ഒരു പ്രവചനമായിരിക്കും ചിലപ്പോൾ. അതായത് ഒരു പാമ്പ് ഇതിനകത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ച് ക്രോധമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലിൻ്റെ അവിടെ ഒരു ചെറിയ തണുപ്പ്. അപ്പോൾ ചെറിയ തണുപ്പ് AC-യുടെ ആയിരിക്കും എന്ന് ഓർത്തു. എന്നാലും AC-യുടെ തണുപ്പ് താഴെ വരുന്നത് എങ്ങനെ എന്നും പറഞ്ഞ് നോക്കുമ്പോൾ ഒരു പാമ്പ്. അപ്പോൾ ചേച്ചി എന്നാ ചെയ്യും? പാമ്പ് എന്ന് പറഞ്ഞ് ഇരിക്കുമോ? ഇല്ല. പിന്നെന്ത് ചെയ്യും? ഉടനെ ഇവിടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചേച്ചി ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വെക്കും. പാമ്പേന്ന് പറഞ്ഞ് കിടന്ന് അലറി കൂവി ഓടും. കേട്ട വാതി കേൾക്കാത്ത വാതി എല്ലാം കൂടെ ഇതെല്ലാം തള്ളി തുറന്ന് മുറ്റത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന കാണാം. അപ്പോൾ എല്ലാവരും ഓടി. അങ്ങനെ എല്ലാവരും ഓടി മുറ്റത്ത്. ഇപ്പോൾ ഈ കസേരയെല്ലാം കൂടെ മറിച്ചിട്ട്, ബെഞ്ചെല്ലാം കൂടെ മറിച്ചിട്ട്, ബൈബിളെല്ലാം തട്ടിത്തെറിപ്പിച്ച്, ബാഗെല്ലാം എൻ്റെ ദൈവമേ എല്ലാം കൂടെ വെളിച്ചാടി നിൽക്കുകയാണ്. പാമ്പെന്ന് പറഞ്ഞിട്ട് പാമ്പ്. ഉടനെ നമ്മുടെ ശക്തിമാൻ ആരാണ്? മിസ്റ്റർ വിനോദ് വരികയാണ്. ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ പ്രശ്നം? വാട്ട് ഈസ് ദ പ്രോബ്ലം? ഉടനെ നമ്മൾ പറയുകയാണ്, പാമ്പ്. ഒരു പാമ്പ് വന്നതിനാണോ നിങ്ങൾ കടന്ന് ഇത്രയും വലിയ വെള്ളം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്ത് ചെയ്തു? നേരെ ഒരു വടിയും കൊണ്ട് വന്ന് 2 അടി കൊടുത്ത് പാമ്പിനെ അങ്ങ് കൊന്നു. എന്നിട്ട് അതിനെ ഇങ്ങനെ എടുത്ത് എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചിട്ട് പറഞ്ഞു, ആരും പേടിക്കണ്ട, പാമ്പ് ചത്തിട്ടുണ്ട്, എല്ലാം ഇങ്ങ് കയറിപ്പോരാൻ പറഞ്ഞു. പാമ്പ് ചത്തു, നമുക്ക് സന്തോഷമായി. നമ്മളെല്ലാവരും കൂടെ അകത്തോട്ട് കയറി വന്നു. ശ്രദ്ധിക്കുക, പാമ്പ് ചത്തു. കുമ്പസാരക്കൂട്ടിൽ നടക്കുന്നത് ഇതാണ്. നിത്യശിക്ഷാവിധി എന്ന പാമ്പ് കുമ്പസാരക്കൂട്ടിൽ വെച്ച് ചത്തു. പക്ഷേ അപ്പോഴും അൽഫോൻസ പള്ളിയുടെ അകത്ത് ചില കാര്യങ്ങൾ ഡിസോർഡറായി കിടക്കുകയാണ്. കസേരകൾ ഒടിഞ്ഞു കിടക്കുന്നു, പുസ്തകങ്ങൾ മറിഞ്ഞു കിടക്കുന്നു, ബെഞ്ച് തലകുത്തിനെ കിടക്കുന്നു, ഈ റോയെല്ലാം മാറിക്കിടക്കുന്നു. അപ്പോൾ ആരെങ്കിലും 5-6 പേര് വന്ന് ഒടിഞ്ഞ കസേരകൾ മാറ്റി പകരം നല്ല കസേരയിട്ട് ബെഞ്ചെല്ലാം പിടിച്ചു വെച്ച് അതിനെ ക്രമപ്പെടുത്താനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പാമ്പ് നിത്യശിക്ഷാവിധി എന്ന പാപശിക്ഷ എന്ന പാമ്പ് ചത്താലും ഈ പാമ്പ് കയറിയെടുത്ത് ഒരു ഡിസോർഡർ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് കടം.
മനസ്സിലായോ? എന്നാ ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. മനസ്സിലായോ കടം എന്താന്ന്? അതായത് കടം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരാൾ എല്ലാ ദിവസവും ഫോൺ എടുത്തിട്ട് രാത്രിയിൽ പോൺ മൂവി സൈറ്റുകൾ പോയി അശ്ലീലം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഒരു 3-4 മണി വരെ ഇരുന്ന് അശ്ലീലം കാണുകയാണ്. ഒരു ദിവസം അനുതാപം ഉണ്ടായി. യോ ഇത് പറ്റത്തില്ല, ഇതിങ്ങനെ അഡിക്ഷനായി. അനുതാപം ഉണ്ടായിപ്പോയി, കുമ്പസാരിച്ചു. പാപം ക്ഷമിക്കപ്പെട്ടോ? പറ. ക്ഷമിക്കപ്പെട്ടു. ഇനി ഇത് വേണ്ടാന്ന് വെച്ചിട്ട് പോയി കുമ്പസാരിച്ചു. പാപം ക്ഷമിക്കപ്പെട്ടോ? ക്ഷമിക്കപ്പെട്ടെങ്കിലും ഈ കണ്ടത് മുഴുവൻ അകത്ത് കിടക്കല്ലേ? അകത്ത് കിടക്കല്ലേ? ആണോ? ഇത് മുഴുവൻ ഈ പാപാസക്തിയായിട്ട് ജീവിതത്തിൽ കിടക്കുകയാണ്. ഇതിൻ്റെ പേരാണ് കടം. പിടികിട്ടുന്നോ? ഏത് പാപവും ഒരുപാട് കടങ്ങൾ ജീവിതത്തിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെയാണെങ്കിൽ കുമ്പസാരിച്ച് നിത്യശിക്ഷാവിധി ഒഴിവാകുകയും കൂദാശകളിലൂടെ നിരന്തരം വിശുദ്ധീകരിക്കപ്പെടാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ കടങ്ങളുടെ പരിഹാരത്തിനായി കൂദാശകളോട് ചേർന്നാണ് വിശുദ്ധ കുർബാന, കുമ്പസാരം തുടങ്ങിയ കൂദാശകളോട് ചേർന്ന് കടങ്ങളുടെ പരിഹാരത്തിനായി നാം ചെയ്യേണ്ട 2-3 വഴികൾ തിരുസഭ തൻ്റെ മക്കളോട് നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട്. കടങ്ങളുടെ പരിഹാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ കടങ്ങളുടെ പരിഹാരത്തിനായി എന്തെല്ലാം ചെയ്യണം? ഒന്നാമത്തേതാണ് പ്രാർത്ഥന. കടങ്ങളുടെ പരിഹാരത്തിന് സഭ നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോയെ സ്നേഹിക്കുക എന്നാണ്. ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക, ഇതാണ് പ്രാർത്ഥന. അതിൻ്റെ ഒരു വചന അടിത്തറ എന്ന് പറയുന്നത്, ഈശോ പറഞ്ഞു, ഇവൾ അധികമായി എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മൾ ഈശോയെ എത്രമാത്രം പാപത്തെ സ്നേഹിച്ചോ അത്രമാത്രം ഈശോയെ തിരിച്ച് സ്നേഹിക്കുമ്പോൾ ഈ കടങ്ങൾ പരിഹരിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? കുമ്പസാരത്തിന് ശേഷം പ്രാർത്ഥനാ ജീവിതം നമ്മുടെ കടങ്ങളുടെ പരിഹാരത്തിന് നമ്മൾ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. എത്രമാത്രം നമ്മൾ ഈശോയെ സ്നേഹിച്ച് ജീവിക്കുന്നു അത്രമാത്രം നമ്മുടെ കടങ്ങൾ പരിഹരിക്കപ്പെടും. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല വഴിയാണ് എന്ത്? അവിടുത്തെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതാണ് എന്ത്? പ്രാർത്ഥന. രണ്ടാമത്തേത് ദാനധർമ്മം. ബൈബിൾ പറയുന്നു, ദാനധർമ്മം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തും. എന്താണ് ബൈബിൾ പറഞ്ഞത്? മറന്നുപോയി. എന്താ പറഞ്ഞത്? ദാനധർമ്മം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തിക്കളയും. അപ്പോൾ രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ദാനധർമ്മം, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുക എന്നുള്ളത് സഭ നിർദ്ദേശിക്കുന്ന ദൈവവചനം നിർദ്ദേശിക്കുന്ന ഒരു കടങ്ങളുടെ പരിഹാരത്തിൻ്റെ മാർഗമാണ്. മൂന്നാമത്തേത് പ്രായശ്ചിത്തം, പരിത്യാഗം. പരിഹാരം, പ്രായശ്ചിത്തം. അതെങ്ങനെയാണ്? ഉപവാസം, മുട്ടുകുത്തി നിൽക്കുക, കുരിശൻ്റെ വഴി നടത്തുക, കൈവരിച്ച് നിന്ന് പ്രാർത്ഥിക്കുക, കുറച്ച് ത്യാഗം ഏറ്റെടുക്കുക, ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുക. ഇങ്ങനെ ത്യാഗം ചെയ്ത് പരിഹാരം കാഴ്ചവെക്കുന്ന പരിപാടിയുടെ പേരാണ് പരിത്യാഗ പ്രവർത്തികൾ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കടങ്ങൾ കിടപ്പുണ്ട്. സമ്മതിക്കാവോ? ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഈ കടങ്ങൾ അവിടെ കിടക്കുക. ഈ കടങ്ങൾ മോചിപ്പിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥന, പരിഹാര പ്രവർത്തികൾ, ദാനധർമ്മം ഇവ നാം നിർവഹിക്കേണ്ടതുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞെന്നറിയാമോ? എന്തിനാണ് കുരിശൻ്റെ വഴിയൊക്കെ നടത്തുന്നേ? എന്തിനാ ഇത്തിരി കഷ്ടപ്പെടുന്നേ? ഇതാണ് ദൈവമേ, ഈ കടങ്ങളെല്ലാം അതായത് നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ പാപത്തിന്? കുമ്പസാരക്കൂട്ടിൽ പാപം ഏറ്റു പറയുമ്പോൾ കരുണാമയനായ ദൈവം നമുക്ക് ആത്മാവിൻ്റെ നിത്യശിക്ഷ ഒഴിവാക്കി ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. പക്ഷേ മനസ്സിലും ശരീരത്തിലും ഒത്തിരി കെട്ടുകൾ കിടപ്പുണ്ട്. ശരിയല്ലേ പറയുന്നേ? ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ടു, മനസ്സിലും ശരീരത്തിലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കണം, പരിത്യാഗം ചെയ്യണം, ദാനധർമ്മം ചെയ്യണം. ഇത് സഭ നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 3 വഴികളാണ്: പ്രാർത്ഥന, പരിത്യാഗ പ്രവൃത്തികൾ, ദാനധർമ്മം. ഇത് കൂടാതെ ചില വിശേഷപ്പെട്ട അവസരങ്ങളിലോ
ചില വിശേഷപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴോ സഭ തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരത്തിനായി ദൈവകൃപകൾ തൻ്റെ മക്കളുടെ മേൽ വർഷിക്കുന്ന സഭയുടെ ആ ട്രഷറിയിൽ നിന്ന്, ആ ഭണ്ഡാരത്തിൽ നിന്ന് സഭ ഈ കടങ്ങളുടെ മോചനത്തിനായി നിക്ഷേപിക്കുന്ന ആ ഔദാര്യത്തിൻ്റെ പേരാണ് ദണ്ഡവിമോചനം. കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞവരുമേ ചൊല്ലുമ്പോൾ ഒരു ദണ്ഡവിമോചനം കിട്ടുമെന്ന്, കുറേ കടങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ പിടികിട്ടിയോ എന്താ ദണ്ഡവിമോചനം എന്ന്? അപ്പോൾ 51 സങ്കീർത്തനം ചൊല്ലുക, മുഴുവൻ കൊന്ത ചൊല്ലുക, കുരിശിൻ്റെ വഴി ചൊല്ലുക, കരുണക്കൊന്ത ചൊല്ലുക, എത്രയും ദയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന, ഇങ്ങനെ ദണ്ഡവിമോചനത്തിന് സഭ നിർദ്ദേശിച്ചിട്ടുള്ള അരമണിക്കൂർ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചുള്ള പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഈ കടങ്ങളുടെ മോചനത്തിന് സഭ നിർദ്ദേശിച്ചു തന്നിട്ടുള്ള സഭയുടെ പ്രത്യേക ഔദാര്യങ്ങളാണ്. സഭയുടെ നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് നമുക്ക് തരുന്നതാണ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞെന്നറിയാമോ? അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് കൂടെ എന്ത് ചെയ്യണം, ഈ റോഡിൽ കൂടെ കുരിശിൻ്റെ വഴി നടത്തണം. കൂടെ വീടിൻ്റെ ചുറ്റുമൊന്നും നടത്താൻ നിങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ പറ്റണമെന്നില്ല, അല്ലേ? നിങ്ങളുടെ ആ ഗവൺമെൻറ് അതോറിറ്റികൾ ചിലപ്പോൾ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യത. നിങ്ങൾ കുരിശിൻ്റെ വഴി നടത്തിയതിലേ പോയ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് 1 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കണം. കുറച്ച് സമയം ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ദിവ്യകാരുണ്യ ആരാധന നടത്തി പ്രാർത്ഥിക്കണം. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കടങ്ങളുടെ മോചനത്തിനായി നമ്മൾ എന്ത് ചെയ്യണത്, ഇത് ദേവാലയങ്ങളിൽ നേരത്തെ വരിക, പ്രാർത്ഥിക്കുക, ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നമ്മൾ ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച കുരിശിൻ്റെ വഴി നമ്മുടെ കടങ്ങളുടെ പരിഹാരത്തിനായിട്ട് കാഴ്ചവെക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളുടെ മോചനത്തിനായി കാഴ്ചവെക്കുകയാണ്. അങ്ങനെ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായ ഒരു കൃപാവര നമ്മളിൽ നിറയാൻ ആഗ്രഹിക്കുക. കണ്ണടയ്ക്കുക. ഇനി നിങ്ങൾ ആരെയും ശ്രദ്ധിക്കരുത്, ഒന്നും ശ്രദ്ധിക്കരുത്. ജീവിതത്തിൽ ഞാനും നിങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലും നിരവധിയായ പാപങ്ങൾ ചെയ്തു പോയ മക്കളാണ് നമ്മൾ. ഈ സമയം കർത്താവിൽ നിന്ന് കരുണ നമ്മൾ അപേക്ഷിക്കുകയാണ്. ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ വഴിത്താരയിലൂടെ ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ യാത്ര ചെയ്തപ്പോൾ ആ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ഞങ്ങളുടെ നിരവധിയായ പാപങ്ങളുടെയും കടങ്ങളുടെയും പരിഹാരത്തിനായി ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സിലും ശരീരത്തിലും പാപം ഏൽപ്പിച്ച ആഘാതങ്ങളെ അങ്ങ് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ആത്മാവിനെ കുമ്പസാരക്കൂട്ടിലൂടെ അങ്ങ് നവീകരിച്ചു. കർത്താവേ, മനസ്സിലും ശരീരത്തിലും ഏറ്റ മുറിവുകളും കടങ്ങളും ബാധ്യതകളും കർത്താവേ പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെ ഒരു ജീവിതം നയിച്ച് പരിഹരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കരങ്ങൾ ഉയർത്തുന്നു, കണ്ണടച്ച് ഒരു 8-10 പേര് നമ്മുടെ സ്വരം കേട്ടോട്ടെ. നന്നായിട്ടൊന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്ന് ഹൃദയം നൊന്ത് സ്തുതിച്ചേ. ഹല്ലേലൂയ. മഹത്വം, ആരാധന 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 ആരാധന. അപ്പോൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്, നമ്മൾ ചെയ്യുന്ന ഓരോ ആത്മീയ കാര്യവും നമ്മുടെ കടങ്ങളുടെ പരിഹാരത്തിനായി ചെയ്യുന്നതാണ് എന്ന ബോധ്യത്തോടു കൂടി ചെയ്താൽ അതെല്ലാം നമുക്ക് ഉണർവോടുകൂടി ദാഹത്തോടെ ചെയ്യാനായിട്ട് പറ്റും. ഒരു കടമ തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പള്ളിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത്, പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, എന്തുമാത്രം എൻ്റെ ജീവിതത്തിന് വേണ്ട അനുഗ്രഹങ്ങളാണ് എൻ്റെ കർത്താവ് ഈ കുർബാനയിൽ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ കാണാത്ത ഒരു ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ആത്മീയ കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് മനുഷ്യരെല്ലാവരും എന്താ ചെയ്യുന്നതറിയോ? നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്? ഈ കുമ്പസാരിക്കാനുണ്ടെങ്കിൽ അച്ഛന്മാർ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ചില സ്ഥലങ്ങളിലോ ചില പ്രത്യേക കൂട്ടായ്മകളിലോ ഒക്കെ ആളുകളിങ്ങനെ ഇടിച്ചു കയറി പോകും. ഇടിച്ചു കയറി പോകുമ്പോൾ പോകുന്ന എന്തുകൊണ്ടാ? അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതുകൊണ്ട് ഇടിച്ചു കയറി ഇങ്ങനെ പോയി അത് നടക്കും. അതിങ്ങനെ ഒരു പ്രതിഭാസമാണത്. ഇങ്ങനെ ഓടും. ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കുന്ന കാലത്ത് കർത്താവ് എനിക്ക് വലിയ ഒരു ശാസന തന്നു. എന്തെന്നറിയാമോ? അത്ഭുതങ്ങളും അടയാളങ്ങളും പറഞ്ഞ് ആളെ കൂട്ടരുത്. അങ്ങനെ പറഞ്ഞ് ശാസന തന്നു. നമുക്ക് ഒരു മാനുഷികമായ പ്രലോഭനം വരും എപ്പോഴും. എന്തെന്നറിയാമോ? വലിയ രോഗികൾ സുഖപ്പെടുമ്പോൾ, വലിയ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അതിങ്ങനെ പറയാനുള്ള ഒരു പ്രലോഭനം നമുക്ക് വരും. എപ്പോൾ അത് വന്നാലും ദൈവം ശാസിച്ച്
നന്നായിട്ട് നല്ല ശിക്ഷണം തന്ന് പലപ്പോഴും നയിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് കർത്താവ് ഈ ശുശ്രൂഷയിൽ തന്ന വലിയൊരു ബോധ്യം എന്തെന്നറിയാമോ? അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രതീക്ഷിച്ച് വരുന്നൊരു ജനത്തിന് വേണ്ടി നീ ശുശ്രൂഷ ചെയ്യരുത്. നീ ആർക്കാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ വചനം പഠിക്കാനും കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനും കർത്താവിനെ തേടാനും ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. ഇത് ദൈവം വർഷങ്ങൾ ആ അനുഭവങ്ങളിലൂടെ നയിച്ച ഒരു അവസരം. അപ്പോൾ എന്താ അറിയാം, നമ്മൾ മനുഷ്യർക്ക് പക്ഷെ എന്ത് മതി? ആ മനുഷ്യർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും മതി. പ്രശ്നം എന്തെന്നറിയാമോ? നന്നായി ശ്രദ്ധിക്കുക. പ്രശ്നം എവിടെയാണെന്ന് ഞാൻ പറയട്ടെ. മനുഷ്യന് ഈ ഭൗതികമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഇടവക പള്ളി കുർബാനയ്ക്ക് ആൾ കുറയുകയും വേറൊരു സ്ഥലത്തൊരു നൊവേനയ്ക്ക് ആൾ കൂടുകയും ചെയ്യുമ്പോൾ അതൊരു തലതിരിഞ്ഞ ആത്മീയതയാണ്. ആണോ? തലതിരിഞ്ഞ ആത്മീയതയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്ന ഭൗതികമായ കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ അവിടെ കാണുന്നുള്ളൂ, ഭൗതികമായ കാര്യങ്ങൾ. എന്നാൽ പരിശുദ്ധ കുർബാനയ്ക്ക് വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിൽ, മനസ്സിൽ, ജീവിതത്തിൽ, ബോധ്യങ്ങളിൽ, പ്രത്യേകിച്ച് ആത്മാവിൻ്റെ മേഖലയിൽ, ആത്മീയ മണ്ഡലത്തിൽ അയാൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് അയാൾ തിരിച്ചറിയുന്നില്ല. ഒരു കുർബാനയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ എന്തുമാത്രമാണ് നിക്ഷേപം കിട്ടുന്നതെന്ന് വ്യക്തികൾ തിരിച്ചറിയാത്തത് കൊണ്ട് കുർബാനയോട് താല്പര്യക്കുറവ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ എന്ത് ചെയ്യാനും മനുഷ്യൻ തയ്യാറാണ്. അത്ഭുതം നടന്നാൽ മതി, എന്തു വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു എന്താ പറയുക, ഈ ഭക്തിയുടെ ബാഹ്യരൂപങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭൗതിക കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ കാണുന്നുള്ളൂ, ഭൗതികമായ കാര്യങ്ങൾ. വെളിയിൽ ഇങ്ങനെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ നിന്നപ്പോൾ എന്തോ ഒരു അനുഗ്രഹം കിട്ടി, ഈ ഒരു അനുഗ്രഹം കിട്ടി. എൻ്റെ ഒരു 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 സംശയവും ഒരു വേവലാതിയും ഞാൻ പറയട്ടെ. ഇന്ന് നിങ്ങളുടെ തലവേദന മാറി, എനിക്ക് തലവേദന മാറുന്നതിന് സന്തോഷമേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചാലൊക്കെ തലവേദന മാറാറുണ്ട്, തലവേദന, നടുവേദന ഒക്കെ മാറാറുണ്ട്. പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുതൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ തലവേദന മാറുന്നത് എനിക്കിഷ്ടമാണ്, സന്തോഷമാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു രോഗികളൊക്കെ സുഖപ്പെടണം. പക്ഷേ എൻ്റെ ഒരു വേവലാതി ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ തലവേദന മാറിയാലും 2 ദിവസം കഴിഞ്ഞ് വരത്തില്ലേ? ഇന്ന് നിങ്ങളുടെ നടുവേദന മാറി, നിങ്ങൾക്ക് മറ്റന്നാൾ പുറം വേദന വരത്തില്ലേ? ഇന്നിപ്പോൾ ഒരു ബുദ്ധിമുട്ട് മാറി, നാളെ വേറെ ഈ ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടാവത്തില്ലേ? അപ്പം ഇത് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഈ ഭൗതിക അനുഗ്രഹങ്ങളുടെ പ്രശ്നം അത് ഇന്ന് കിട്ടും, നാളെ ഇപ്പോൾ ഈ അനുഗ്രഹം കിട്ടിയ എല്ലാവരുടെയും ജീവിതം എന്നും ഒരുപോലാണോ? അല്ല. അപ്സ് ആൻഡ് ഡൗൺ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. അപ്പം നമുക്ക് അതിനേക്കാളും വലുതായിട്ട് കാണേണ്ടത് ആത്മാവിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെയാണ്. ആത്മാവിൽ കിട്ടുന്ന നിക്ഷേപങ്ങൾ അവിടെ കിടക്കും. അപ്പം ആത്മാവിൻ്റെ തലത്തെ ശ്രദ്ധിക്കാൻ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അതിനൊരു കൂടുതൽ ദാഹവും വിലയും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. നമുക്കെന്തറിയോ, നമ്മൾ ഈ പള്ളിയിൽ വന്ന് നമുക്ക് ഒരു കൊന്തയൊല്ലുന്നു. അപ്പോൾ ഒരു കൊന്തയൊല്ലുന്ന സമയത്ത് നമുക്ക് ഒരു ബോധമില്ലാതെ, ഒരു വിചാരമില്ലാതെ എന്തൊക്കെയോ ഇങ്ങനെ നന്മ മറിഞ്ഞ മറിയമേ എന്ന് പറയും. നന്മ മറിഞ്ഞ മറിയമേ എന്തൊക്കെയോ അങ്ങ് ചൊല്ലുന്നു, തീരുന്നു. അപ്പോൾ എന്തെന്നറിയാം, ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് വരാത്ത എന്താ? താല്പര്യം വരാത്തതിൻ്റെ കാരണം ഇതിൽ നിന്ന് എനിക്ക് എന്താ കിട്ടുന്നതെന്ന് ആളുകൾ നോക്കുകയാണ്. ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത്? കൊന്തയൊല്ലി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പിന്നെ $1000 എൻ്റെ അക്കൗണ്ടിൽ കൂടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാ കൊന്തയൊല്ലുന്നത്? നമ്മൾ ഈ ജപമാല ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ആത്മാവിന് പരിശുദ്ധ അമ്മ നമ്മളെ എന്തുമാത്രം ഈശോയോട് അടുപ്പിച്ച് നിർത്തുന്നു എന്നത് മനസ്സിലാക്കി കൊന്തയൊല്ലിയാൽ നമുക്ക് വലിയ ഒരു ദാഹത്തോടെ, ആഗ്രഹത്തോടെ, ഉണർവോടെ നമുക്ക് കൊന്തയൊല്ലാൻ പറ്റും. ജപമാല ചൊല്ലുക, കുരിശിൻ്റെ വഴി നടത്തുക, കരുണക്കൊന്ത ചൊല്ലുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.